വോൾ വെച്ച് ഫൂട്ടിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലോസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ നമ്മൾ അതുവരെ പഠിച്ചത്? ഉണ്ടെങ്കിൽ നമ്മുടെ PDF നോക്കുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സിറ്റ് ഔട്ടിന്റെ പോർഷൻ വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിലായിട്ട്. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെ നമുക്ക് വാൾ ഒന്നും വരുന്നില്ല. ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് നമുക്ക് വരുന്നത്. അപ്പം ആ ഒരു സിറ്റ് ഔട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിനും എന്താണ് നമുക്കൊരു ഫൂട്ടിങ്ങിന്റെ ആവശ്യമുണ്ട്. നമുക്ക് ആ ഫൗണ്ടേഷൻ അവിടെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഫൗണ്ടേഷൻ വരച്ചത് എങ്ങനെയാണ്? ആദ്യം നമ്മളൊരു വാൾ വരച്ചിട്ട് ആ വാളിനെ റെഫറൻസ് ആക്കിയിട്ടായിരുന്നു നമ്മൾ പിക്ക് ലൈൻ ചൂസ് ചെയ്തിട്ട് സ്റ്റാക്ക്ഡ് വാൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? പക്ഷെ നമ്മൾ സിറ്റ് ഔട്ടിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വാൾ വരുന്നില്ല. അതൊരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണ്. അപ്പൊ നമ്മളൊരു വാൾ വരാത്ത കേസിൽ എങ്ങനെയായിരിക്കും നമുക്കൊരു ഫൂട്ടിങ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിവിടെ സിറ്റ് ഔട്ടിന്റെ y ആക്സിസ് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 130 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാ ഒരു വാൾ ഇല്ലാത്ത കേസിൽ ഒരു ഫൂട്ടിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ്വെയറിലോട്ട് വന്നു, പ്ലിന്ത് ലെവലിലോട്ട് വന്നു. ഓക്കെ, അപ്പൊ പ്ലിന്ത് ലെവലിൽ വന്ന ശേഷം നമ്മൾ ആർക്കിടെക്ചർ ടാബിനകത്ത് മോഡൽ ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അപ്പൊ ആ ഒരു ലൈനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇത് പ്ലിന്ത് ലെവലിൽ ഏതെങ്കിലും ഒരു ഫ്ലോർ പ്ലാനിൽ വരച്ചാലും അത് നമുക്ക് 3D വ്യൂവിൽ പോയി നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ലൈൻ വിസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോ നമ്മൾ സ്റ്റെയറിന്റെ പോർഷൻ ഒക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേറൊരു ഷേപ്പിൽ നമുക്ക് സ്റ്റെയർ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ നമുക്കൊരു റെഫറൻസ് ആയിട്ട് ഒരു റെഫറൻസ് ലൈൻ ആയിട്ട് നമുക്ക് ഈ മോഡൽ ലൈനെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനും ഇവിടെ ഇപ്പൊ മോഡൽ ലൈൻ എന്ന് പറയുന്ന ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു വാൾ ഇല്ലാത്ത കണ്ടീഷനിൽ എങ്ങനെ PCC അല്ലെങ്കിൽ ഫൂട്ടിങ് വരയ്ക്കാം എന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ആർക്കിടെക്ചർ ടാബിൽ വരുമ്പോൾ നമുക്ക് മോഡൽ എന്ന് പറയുന്ന ഒരു പാനൽ കാണാൻ പറ്റും. അതിൽ മോഡൽ ലൈൻ എന്ന് പറയുന്ന ഈ ലൈനാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ മോഡൽ ലൈൻ എടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വോൾ മുതൽ, അതായത് വോളിന്റെ എൻഡിങ് മുതൽ ഈ ഒരു ലൈൻ എൻഡ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 130 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 130 ഡിസ്റ്റൻസിലായിട്ട് ആ ഒരു മോഡൽ ലൈൻ വരയ്ക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ റാൻഡം ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. അതിനുശേഷം ഈ ഒരു ലൈൻ ഞാൻ പിക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പോ ആ ഒരു ലൈനിന്റെ ഡിസ്റ്റൻസ് ഞാൻ ഈ ഒരു നമ്മൾ നമ്മുടെ ഈ ഒരു മോഡൽ ലൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്രിഡ് പോയിന്റ്സ് കാണാൻ പറ്റും. ഈ ഒരു വാളിന്റെ ഈ ഒരു പോർഷൻ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 191 ആണ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ഒരു വാളിന്റെ ഫേസ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് ഈ വാളിന്റെ എൻഡ് ഫേസ് മുതൽ നമ്മുടെ മോഡൽ ലൈനിന്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എത്രയായിട്ട് വേണ്ടത്? 130 ആയിട്ട് വേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു ഗ്രിഡ് പോയിന്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഡയമെൻഷൻ ഇങ്ങോട്ട് വാളിന്റെ എൻഡ് ഫേസിലോട്ട് കൊണ്ടുവച്ചപ്പോഴേക്കും അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുണ്ട്? 180 ആണ് തന്നിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു 180 ചേഞ്ച് ചെയ്തിട്ട് എത്രയാക്കി കൊടുത്തു? 130. അപ്പോഴേക്കും നമ്മുടെ ആ മോഡൽ ലൈൻ വാളിൽ നിന്ന് 130 ഡിസ്റ്റൻസിലോട്ട് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് കൺഫേം ചെയ്ത് നോക്കാം. അനോട്ടേറ്റ് ടാബിൽ പോവാം, അലൈൻഡ് ഡയമെൻഷൻ എടുക്കാം, എന്നിട്ട് ഇവിടുന്ന് വാൾ സെന്റർ ലൈൻ മാറ്റിയ ശേഷം വാൾ ഫേസസ് ആക്കിയിട്ട് ഞാനിവിടെ വാളിന്റെ ഈ ഒരു എൻഡ് ഫേസും മോഡൽ ലൈനും കൂടെ സെലക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് 130 കറക്റ്റ് ആണ്. ഇനി നമ്മൾ ഈ ഒരു ലൈനിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ഫൂട്ടിങ് വരയ്ക്കാൻ പോവുക. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ എൻഡ്, അതായത് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ഫൂട്ടിംഗ് ഉണ്ടല്ലോ PCC, ആ ഒരു എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 130 അല്ലേ? അപ്പൊ ആ ഒരു എൻഡ് വരെ നമുക്ക് 130 കിട്ടുന്നുണ്ടോ എന്നും ലാസ്റ്റ് നമ്മൾ കൺഫേം ചെയ്ത് നോക്കണം. അപ്പൊ അതിനു മുന്നേ നമ്മൾ PCC ലെവലിലോട്ട് പോവാ. നമ്മൾ വരച്ചിട്ടുള്ള ലൈൻ നമുക്ക് ഏത് ലെവലിൽ പോയാലും കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഇപ്പൊ പ്ലിന്ത് ലെവലിൽ വരച്ചതാണെങ്കിൽ കൂടി ഞാൻ ഏത് ലെവലിലോട്ട് പോയാലും ആ ലെവലിലെല്ലാം നമ്മുടെ മോഡൽ ലൈൻ വിസിബിൾ ആവും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? നമ്മളിവിടെ ഒരു ഫൂട്ടിംഗ് ഓൾറെഡി വരച്ചിട്ടുണ്ട്. അതിനെ സെലക്ട് ചെയ്യുക, ഈ ഒരു ഗ്രിഡ് പോയിന്റ് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മുടെ ഈ ഒരു ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. സിമിലർലി ഈ ഒരു എൻഡിലും ഉണ്ട്, അവിടെയും ഗ്രിഡ് പോയിന്റ് യൂസ് ചെയ്ത് ഞാൻ ഈ ഒരു ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ആർക്കിടെക്ചർ ടാബിൽ വന്നു, വാൾ എടുത്തു. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് വെച്ചിട്ടുള്ള സ്റ്റാക്ക്ഡ് വാളിനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം ലെവൽ സെറ്റ് ചെയ്യാം. എനിക്ക് PCC മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ബേസ് ഓഫ് സെറ്റ് ആവശ്യമില്ല, 0 ആണ്. ടോപ്പ് കൺസ്ട്രെയിൻ എവിടം വരെയാണ്? നമ്മൾ പ്ലിന്ത് ലെവൽ വരെയാണ് ഫൂട്ടിംഗ് കൊടുക്കാറ്. സോ ഞാൻ പ്ലിന്ത് ലെവൽ കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഫൂട്ടിങ്ങിന്റെ സെന്റർ മുതൽ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ സെന്റർ വരെ ആയിട്ട് വരച്ചു. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റെഫറൻസ് ലൈൻ നിൽക്കുന്നത് ഫൂട്ടിങ്ങിന്റെ സെന്റർ പോർഷനിലാണ്. നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വാളിന്റെ എൻഡ് മുതൽ അതായത് നമ്മുടെ ഫൂട്ടിങ് എൻഡ് ചെയ്യേണ്ട പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു
നമ്മുടെ മോഡൽ ലൈനിലെന്ന് പറയുന്നത്. പക്ഷെ ആ മോഡൽ ലൈൻ നിൽക്കുന്ന ഫൂട്ടിങ്ങിന്റെ സെന്റർ പൊസിഷനിലാണ്. അപ്പൊ നമുക്ക് ഈ ഫൂട്ടിങ്ങിനെ ആ ഒരു മോഡൽ ലൈനിലോട്ട് അലൈൻ ചെയ്തിനി വെക്കണം. അപ്പൊ ഞാനിവിടെ പ്ലിന്ത് ലെവലിലോട്ട് വന്നു. പ്ലിന്ത് ലെവലിൽ വന്നിട്ട് ഞാനിപ്പോ മെഷർമെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വോളിന്റെ എൻഡ് മുതൽ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ സെൻട്രൽ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 130. നമുക്ക് വേണ്ടത് സോറി, വോളിന്റെ എൻഡ് മുതൽ ഈ ഒരു മോഡൽ ലൈനിന്റെ ഡിസ്റ്റൻസ് വരെയുള്ളതാണ് 130 കിടക്കുന്നത്. നമുക്ക് ആക്ച്വലി ഈ ഒരു ഫൂട്ടിങ്ങിന്റെ എൻഡ് വരെയാണ് 130 വേണ്ടത്. അതായത് ഈ ഫൂട്ടിങ്ങിനെ നമ്മൾ എങ്ങോട്ടേക്ക് അലൈൻ ചെയ്യണം? ഈ ഒരു മോഡൽ ലൈനിലോട്ട് അലൈൻ ചെയ്യണം. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആർക്കിടെക്ചറിൽ വോൾ എടുക്കുക, നമ്മുടെ അലൈൻ ടൂൾ എടുക്കുക. അലൈൻ ടൂൾ എടുത്ത ശേഷം നമ്മുടെ ഈ ഒരു മോഡൽ ലൈനെ സെലക്ട് ചെയ്യുക. കാരണം എനിക്ക് അങ്ങോട്ടേക്കാണ് എന്തിനും മൂവ് ചെയ്ത് വെക്കേണ്ടത്, ഈ ഒരു ഫൂട്ടിങ്ങിനെ. സോ ഞാൻ ഈ ഒരു അലൈൻ ടൂൾ എടുത്ത ശേഷം നമ്മുടെ മോഡൽ ലൈനെ പിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫൂട്ടിങ്ങിന്റെ ഈ ഒരു എൻഡിനെ കൂടെ പിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ വോളിന്റെ ഫേസ് മുതൽ ഫൂട്ടിങ്ങിന്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര ആയിട്ടുണ്ട്? 130 ആയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഇങ്ങനെ തന്നെയായിരുന്നു വേണ്ടത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഒരു വോൾ ഇല്ലാതെ നമുക്കൊരു ഫൂട്ടിങ് കറക്റ്റ് ഡയമെൻഷനിൽ സെറ്റ് ചെയ്യാൻ പറ്റാന്നുള്ളത്? ഡൗട്ട് ഉണ്ടോ അതില്? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടി പറയാം. മോഡൽ ലൈൻ ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓക്കെ, നമുക്ക് ആ മോഡൽ ലൈൻ വരയ്ക്കുന്നത് ആർക്കിടെക്ചർ ടാബിൽ വരുമ്പോൾ തന്നെ നമുക്ക് മോഡൽ എന്ന് പറയുന്ന പാനലിലാണ് മോഡൽ ലൈൻ ഉണ്ടാവുക. ഞാൻ മോഡൽ ലൈൻ എടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു. വരച്ച ശേഷം നമുക്ക് ആക്ച്വലി വേണ്ടത് എത്രയാണ്? 130 ഡിസ്റ്റൻസിലാണ് നമുക്ക് ആ ഒരു ലൈൻ വേണ്ടത്. കാരണം നമ്മുടെ സിറ്റ് ഔട്ട് എൻഡ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 130 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ നമ്മൾ ഈ ഒരു മോഡൽ ലൈനെ പിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഡയമെൻഷൻ കാണിക്കും. ഈ ഒരു മോഡൽ ലൈനിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വോളിന്റെ സെന്റർ ലൈനിലാണ്. ഈ ഒരു വോളിന്റെ സെന്റർ ലൈനിലാണ്. അതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് 221.5 എന്ന് തന്നിരിക്കുന്നത്. അത് ഓക്കെ ആണല്ലോ. അതായത് ഈ ഒരു മോഡൽ ലൈൻ മുതൽ വോളിന്റെ സെന്റർ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് 221.50 തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു വോളിന്റെ എൻഡ് മുതൽ മോഡൽ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ അത് എത്രയാണെന്ന് അറിയാനായിട്ട് ഞാൻ ഇവിടുത്തെ ഗ്രിഡ് പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ വോളിന്റെ ഫേസിലോട്ട് അലൈൻ ചെയ്തു. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് 210 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിൽക്കുന്നത് 210 ഡിസ്റ്റൻസിലാണ്. ഈ ഒരു വോളിന്റെ ഫേസ് മുതൽ മോഡൽ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് 210 ആണ്. ഐ വോണ്ട് ടു ചേഞ്ച് ദാറ്റ് ടു 130. എനിക്കതിനെ 130ലോട്ടാണ് മൂവ് ചെയ്ത് വെക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു? എഗെയിൻ ഈ ഒരു മോഡലിനെ പിക്ക് ചെയ്ത ശേഷം ഈ ഒരു 210നെ ചേഞ്ച് ചെയ്തിട്ട് 130ലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അതിപ്പോ ചേഞ്ച് ആയിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു വോളിന്റെ എൻഡ് മുതൽ മോഡൽ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് 130 ആണ്. ഇതുവരെ ചെയ്തത് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഫൂട്ടിങ് വരയ്ക്കണം. നമ്മൾ ഏത് ലെവലിൽ പോയിട്ടാ ഫൂട്ടിങ് വരയ്ക്കുന്നത്? PCC ലെവലിലാണ് അല്ലേ? അപ്പൊ ഞാൻ അഗെയിൻ PCC ലെവലിലോട്ട് പോയി. എന്നിട്ട് നമുക്ക് ഈ ഒരു PCC നമ്മുടെ ഫൂട്ടിങ്ങിനെ, ഇവിടെ കാണുന്ന ഈ ഫൂട്ടിങ്ങിനെ ജസ്റ്റ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഈ ഒരു ഫൂട്ടിങ്ങിനെ സെലക്ട് ചെയ്തു. ആ ഒരു ഡ്രാഗ് ചെയ്യാനുള്ള ഗ്രിഡ് പോയിന്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ആ ഒരു ലൈനിന്റെ എൻഡ് പോയിന്റിലോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചു. സിമിലർലി ഈ ഒരു എൻഡിനെയും ഞാൻ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ഈ പോർഷനിലെ PCC വരയ്ക്കാന്നുള്ളതാണ്. സോ ഞാൻ എഗെയിൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ആർക്കിടെക്ചർ വോളിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടുന്ന് ഫൂട്ടിങ്, ഞാനിവിടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് പേര് ഇന്നലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേറെ ഫയലാണ് കേട്ടോ. ഞാൻ പിന്നെ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത് വരച്ചതാ. അപ്പോൾ ഞാനിവിടെ നമ്മള് ഫൂട്ടിങ് സ്റ്റാക്ക് ഒന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാ കഴിഞ്ഞ ക്ലാസ്സിൽ നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനെ ഞാൻ ഇപ്പോൾ ഫൗണ്ടേഷൻ എന്നാണ് ഇട്ടേക്കുന്നത്. സോ ഞാൻ ഫൗണ്ടേഷനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ലെവൽ സെറ്റ് ചെയ്യാം. നമുക്ക് PCC എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബേസ് ഓഫ്സെറ്റ് ആവശ്യമില്ല, കാരണം നമുക്ക് കറക്റ്റ് PCC എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ ബേസ് ഓഫ്സെറ്റ് 0 ആക്കി. ടോപ്പ് കൺസ്ട്രെയിൻ നമുക്ക് എവിടം വരെ വേണം? പ്ലിന്ത് ലെവൽ വരെയാണ് വേണ്ടത്. സോ പ്ലിന്ത് ലെവൽ വരെ സെറ്റ് ചെയ്തു. അതായത് നമ്മൾ PCCയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്ലിന്ത് ലെവലിൽ വേണം നമ്മുടെ സ്റ്റാക്ക്ഡ് വോൾ എൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അത് സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു ഫൂട്ടിംഗ് ഇല്ലേ, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഫൂട്ടിങ്ങിന്റെ സെന്ററിൽ നിന്ന് പിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പുറത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന ആ ഒരു ഫൂട്ടിങ്ങിന്റെ സെന്ററിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് എന്തായി? ജോയിൻ ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു വോളിന്റെ, നമ്മുടെ 23 വോളിന്റെ എൻഡ് മുതൽ ഫൂട്ടിങ് എൻഡ് ചെയ്യുന്നത് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര വേണ്ടത്? 130 വേണ്ടത്. നമുക്കത് അത്ര ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പ്ലിന്ത് ലെവലിൽ വന്നു.
ഇവിടെ നിന്ന് ഞാൻ അനോട്ടേറ്റ് ടാബിൽ പോയ ശേഷം അലൈൻഡ് ഡയമെൻഷൻ എടുത്തു. ഈ ഒരു വാളിന്റെ എൻ ഫേസ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫൂട്ടിങ്ങിന്റെ എൻ പോർഷൻ സെലക്ട് ചെയ്തു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് എത്രയാ? 153 ആണ്. നമുക്ക് ആക്ച്വലി വേണ്ടത് 130 മൂവ് ചെയ്യാന്നുള്ളതാണ്. കറക്റ്റ് 130 വരണം എന്നുണ്ടെങ്കിൽ ഇതാ വാളിന്റെ ഫേസ് മുതൽ നമ്മുടെ ഈ ഒരു മോഡൽ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര? 130. അപ്പൊ നമ്മുടെ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ ഈ ഒരു എൻ പോർഷന് നമുക്ക് 130 ഇനി അലൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. എങ്കിലേ നമുക്ക് കറക്റ്റ് സിറ്റ് ഔട്ടിന്റെ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 130 ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്? ആർക്കിടെക്ചർ ടാബിൽ തന്നെ പോവുക. നമ്മൾ വാൾ എന്ന് പറയുന്ന പാനൽ ടൂൾ എടുക്കുക. അതിനകത്ത് മോഡിഫൈ പാനലിനകത്തായിട്ട് നമുക്ക് അലൈൻ എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അലൈൻ ഓപ്ഷൻ എടുത്ത ശേഷം നമുക്ക് എങ്ങോട്ടാണോ അലൈൻ ചെയ്യേണ്ടത് ആ ഒരു ലൈനെ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പൊ എനിക്ക് ഈ ഒരു മോഡൽ ലൈനിലോട്ടല്ലേ നമ്മുടെ PCC അലൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു മോഡൽ ലൈനെ ഫസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇനി ഏതിനെയാണോ നമ്മുടെ മോഡൽ ലൈനിലോട്ട് അലൈൻ ചെയ്യേണ്ടത് ആ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ ഒരു ഫേസിനെയാണ് മോഡൽ ലൈനിലോട്ട് അലൈൻ ചെയ്യേണ്ടത്. സോ ഈ ഒരു ഫേസിനെ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ കണ്ടോ കറക്റ്റ് ആയിട്ട് ഈ ഒരു വാളിന്റെ എൻഡും നമ്മുടെ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ എൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിട്ട് വന്നിട്ടുണ്ട്? 130 ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ ആണോ ഇത്? ഓക്കെ ആണ് മാം. അതിനുശേഷം ഞാൻ ആ മോഡൽ ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു കേട്ടോ. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഇനി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി നമ്മളിപ്പോ വരച്ചത് എങ്ങനെയായിരിക്കുന്നത് നമുക്ക് 3D പോയി നോക്കാം. ഞാൻ 3D എടുത്തു. കണ്ടോ നമ്മൾ വരച്ച പോർഷൻ ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള അകത്തെ പോർഷനിൽ കൊടുത്ത പോലെ ഞാൻ ഒരു കാര്യം നമുക്ക് പറയാൻ വിട്ടുപോയി. 3D നമുക്ക് എങ്ങനെയാ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് പ്ലസ് നമ്മുടെ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ഇല്ലേ, അത് ഒന്നിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത് ഷിഫ്റ്റ് പ്ലസ് ആ ഒരു മൗസിന്റെ സ്ക്രോൾ ബട്ടൺ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇതിനകത്ത് നമുക്ക് ഫ്ലോർ ഫില്ല് കൊടുക്കണം. അതിന്റെ മുകളിലായിട്ട് ഫ്ലോർ ഫിനിഷ് ഒക്കെ കൊടുക്കണം. അപ്പൊ അതാണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഓൾറെഡി എങ്ങനെയാന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി അത് പറഞ്ഞുതരാം. നമ്മൾ ഏത് ലെവലിലോട്ടാ പോവുക? ഫ്ലോർ ഫില്ല് ചെയ്യാനായിട്ട് പ്ലിന്ത് ലെവലിലോട്ട് പോവും. എന്നിട്ട് നമ്മൾ ആർക്കിടെക്ചർ ടാബിനകത്ത് ഫ്ലോർ എന്ന് പറയുന്ന ടൂളാ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫ്ലോർ എടുത്തു. ഫ്ലോർ എടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് ഫ്ലോർ ഫിൽ എന്ന് പറയുന്നതാണ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഫ്ലോർ ഫിൽ എടുത്തു. ഓക്കെ, ഫ്ലോർ ഫില്ലിനെ എടുത്തു. അതിനുശേഷം നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പം ലെവല് പ്ലിന്ത് ലെവലാണ്. ഹൈറ്റ് ഓഫ് സെറ്റിന്റെ ആവശ്യം അവിടെ ഇല്ല. നമുക്ക് കറക്റ്റ് പ്ലിന്ത് ലെവലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സോ ഞാൻ ഹൈറ്റ് ഓഫ് സെറ്റ് 0 ആക്കി. അതിനുശേഷം നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കാം. അപ്പൊ ഫ്ലോർ ഫില്ല് വരയ്ക്കുന്ന കേസിൽ നമ്മൾ എങ്ങനെയായിരിക്കും വരയ്ക്കുക? നമ്മുടെ PCC വാളിന് അകത്തായിട്ടായിരിക്കും ഫ്ലോർ ഫില്ല് വരയ്ക്കുക. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ PCC വാളിനോട് ചേർത്തിട്ട്, PCC അല്ല പ്ലിന്ത് വാൾ, ഇതിന് പ്ലിന്ത് വാളാണ് കേട്ടോ. ഞാൻ പ്ലിന്ത് വാളിനോട് ചേർത്തിട്ട് ഇങ്ങനെ വരച്ചു. അതിന് വരച്ച ശേഷം ഞാൻ എന്ത് ചെയ്യുവാണ്? ഫിനിഷ് കൊടുത്തു. ഫിനിഷ് കൊടുത്തിട്ട് നമുക്ക് 3D പോയി നോക്കാം.